അതില് ശംസുൽ ഉലമയും മടവൂർ ശൈഖുനയും എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ശംസുൽ ഉലമയുടെ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. 172 പേജിൽ കാണാം. പിന്നാരടോ വലിയ ഒരു ഹെഡിങ് ആണ് ഇതിൽ കാണാം. ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് പല ആരോപണങ്ങൾ ഉയർന്നു വന്ന കാലം. വയനാട്ടിലെ 4 മൈൽ എന്ന സ്ഥലത്ത് പണ്ഡിതന്മാരുടെ ഒരു സംഗമം നടക്കുന്നു. ശംസുൽ ഉലമയോട് CM വലിയുല്ലാഹിയെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് വലിയ കിതാബുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, CM വലിയല്ലെങ്കിൽ പിന്നാരടാ വലിയ. അത് പറയുന്നവർ ആഖിബത്ത് സൂക്ഷിച്ചു കൊള്ളണം, ഇല്ലെങ്കിൽ നായ ചാകും പോലെ ചത്തുപോകേണ്ടി വരും. ശംസുൽ ഉലമയുടെ ഇടിമുഴക്കം പോലുള്ള അംഗീകാര ധ്വനികൾ അതിമതിയായിരുന്നു ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ. ഇതാണ് ആലിമിന്റെ ബാധ്യത. മശായിഖന്മാരെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ വരുമ്പോൾ അത് ശരിയല്ല, അവര് ഉന്നത സ്ഥാനത്തുള്ള മഹാനാണ് എന്ന് പറയാനുള്ള ആണത്തം ആലിമീങ്ങൾക്ക് വേണം. അത് പല സ്ഥലത്തും തെളിയിച്ചു ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് അതേ സംഭവം ആവർത്തിച്ചു. വയനാട് ജില്ലയിൽ തന്നെ മാനന്തവാടിക്കടുത്ത് കെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ പണ്ഡിത സംഗമം നടക്കുകയാണ്. പണ്ഡിതന്മാർക്ക് അതിൽ ചിലർക്ക് സംശയം ശൈഖുനയെ സംബന്ധിച്ച്. ഉടനെ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ മീസാനുൽ കുബ്ര പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. കിതാബിന്റെ ഉദ്ധരണികൾ വായിച്ച് മഹാനരായ CM വലിയുല്ലാഹ് ശൈഖുൽ മശായിഖ് തങ്ങളെ വ്യക്തതയോടെ സ്ഥിരപ്പെടുത്തിയിട്ട് അവര് വലിയല്ലെങ്കിൽ പിന്നാരടാ വലി എന്ന ശംസുൽ ഉലമയുടെ ചോദ്യം, ആ ചോദ്യം ചോദിക്കണം. മുന്നിലുള്ളത് അണികളാണ്, ശിഷ്യനാണ്, മോനാണെന്ന് പറഞ്ഞ് അള്ളാന്റെ ഔലിയാക്കൾക്ക് വേണ്ടി അവരെ അനുസരിക്കലില്ല. ആ തന്റെ ഇടമാണ് അബൂബക്കർ മുസ്ലിയാർ കാണിക്കേണ്ടത്.